ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുത്ത കമ്പാരിസൺ വീഡിയോ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റായ സ്വിഫ്റ്റും ഗ്രാൻഡ് ഐറ്റണൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ ബഡ്ജറ്റ് കാർസ് ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ വട്ടം കുറച്ച് കമ്പയർ ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വണ്ടികളായിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം കൂടുതലും വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് അന്വേഷിച്ച് വരുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എടുക്കുന്നത് സ്വിഫ്റ്റിലേക്കായിരിക്കും. ഇപ്പോൾ നോർമലായിട്ടൊരു ആരുടെയും മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഒരു ഓപ്ഷൻ മാരുതി വെഹിക്കിൾസ് തന്നെയാണ് എല്ലാ വണ്ടിയുടെ കാറ്റഗറി എടുക്കുമ്പോഴും. എന്നാൽ നമുക്ക് സ്വിഫ്റ്റിന് മാരുതിയുടെ ബ്രാൻഡ് അല്ലാതെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സെയിം സെഗ്മെൻറ്റിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് നൽകുന്ന വേറെ ബ്രാൻഡുകളുടെ കാർസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് മാർക്കറ്റിൽ. അതിനകത്തൊരെണ്ണമാണ് നമ്മുടെ ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൺ. നമ്മുടെ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാൻഡ് ഐറ്റന് കുറച്ചും കൂടെ കൂടുതൽ മോഡൽ വേരിയൻസ് ഉണ്ട്. അതായത് നമുക്കൊരു സ്വിഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു LXI തൊട്ട് നമുക്കൊരു ZXI പ്ലസ് വരെ വരുന്നുണ്ട്. അതായത് LXI പ്ലസ്, LXI ഓപ്ഷൻ, VXI ഓപ്ഷൻ, ZXI പ്ലസ്, ഇത്രയും വേരിയൻ്റായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കൊരു 18-19 ശേഷം മാരുതി വീണ്ടും ഇറക്കിയപ്പോഴത്തേക്കും വേരിയൻസ് കട്ട് ചെയ്ത് കുറച്ചിട്ട് LXI, VXI ഓപ്ഷൻ, ZXI ഓപ്ഷൻ അങ്ങനെ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് പക്ഷേ ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൺ എടുക്കുമ്പോഴത്തേക്കും അതിന് വരുന്ന ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എറ തൊട്ട് നമുക്കൊരു ആസ്ത ഓപ്ഷൻ വരെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റണിനകത്ത്. അതായത് എറ പ്ലസ്, സ്പോർട്സ്, മാഗ്ന പ്ലസ്, സ്പോർട്സ് പ്ലസ്, ആസ്ത ഓപ്ഷൻ, ഇത്രയും വേരിയൻസ് നമുക്ക് ഹുണ്ടായിൽ കിട്ടും. മാരുതിയിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹുണ്ടായെ വേർതിരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ മികവ് തന്നെയാണ്. അതിൻ്റെ ഒരു സ്പോർട്ടി ലുക്കും അതേകണക്ക് ടോൾ ബോയ് ഡിസൈനും നമ്മുടെ മാരുതിയെ കാട്ടിയും കുറച്ചും കൂടെ ഒരു വെറൈറ്റി ഫീൽ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്കും സ്വിഫ്റ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹുണ്ടായുടെ വാഹനങ്ങളിൽ എപ്പോഴും ഡുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ് ഹുണ്ടായി കൊടുത്തിരിക്കുന്നത്. അകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു എറ തൊട്ട് തന്നെ നമുക്ക് ഡുവൽ ടോൺ ഇൻറ്റീരിയർ നമുക്ക് ഹുണ്ടായിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മാരുതി വരുമ്പോഴത്തേക്കും ജസ്റ്റ് സിംഗിൾ ടോൺ കളറായിരിക്കും, ഒരു ബ്ലാക്കിഷ് കളറായിരിക്കും നമുക്ക് വരുന്ന ഇൻറ്റീരിയേഴ്സൊക്കെ. അകത്തോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം നമുക്കിപ്പോൾ ഒരു സ്പോർട്സ് വേരിയൻ്റ് എടുക്കുമ്പോൾ തന്നെ മാരുതിയെക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫീച്ചറിസ്റ്റിക് ആയിട്ടാണ് ഹുണ്ടായി നമ്മുടെ ഐറ്റണിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്റ്റീരിയോ കൺട്രോള്, അതേ കണക്ക് തന്നെ ഓട്ടോമാറ്റിക് ORVMs, അതേ കണക്ക് തന്നെ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽ നോക്കുമ്പോൾ തന്നെ അതിനകത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ നമുക്ക് വരുത്താനായിട്ട് ഹുണ്ടായി ഐറ്റണിനകത്ത് സാധിച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് വരുമ്പം നമുക്ക് സ്വിഫ്റ്റുമായിട്ട് നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ അത്യാവശ്യം ഒരു കംഫോർട്ടായിട്ടുള്ള രീതിയിൽ ബാക്കിൽ പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കി തോന്നിയിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ ബോയ് ഡിസൈൻ ആകുമ്പോൾ തന്നെ നമുക്ക് കയറി ഇറങ്ങാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമ്മുടെ ഐറ്റണിനകത്ത്. അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് കുനിഞ്ഞൊക്കെ കയറേണ്ടി വരും. പക്ഷേ എന്നാൽ ഐറ്റൺ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്മൂത്തായിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ റിയർ AC വെൻറ്റ് തന്നെയാണ്. നമുക്ക് സ്വിഫ്റ്റിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷനേ വരുന്നില്ല. അത് ടോപ്പ് ZXI വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് ബാക്ക് റിയർ AC വെൻറ്റ് കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ഐറ്റണിന് നമുക്കൊരു 2019 വരെയും അതിനകത്ത് റിയർ ബാക്ക് AC വെൻറ്റ് എല്ലാം വരുത്താനായിട്ട് ഹുണ്ടായി സാധിച്ചിട്ടുണ്ട്. ബൂട്ട് സ്പേസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്വിഫ്റ്റിനും ഐറ്റണിനും നോക്കുമ്പോഴത്തേക്ക് സെയിം ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയുള്ള ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ട്രാവലിംഗ് ആകുമ്പോഴേക്കും നമുക്ക് ഡോർ ആക്സസ് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഹുണ്ടായിക്കും ഇപ്പം എനിക്ക് തോന്നുന്നു 2017 ശേഷം സ്വിഫ്റ്റിനകത്തും നമുക്ക് ഡോർ ലോക്ക് വരുന്നത് ഹുണ്ടായുടെ കണക്ക് തന്നെ നമുക്കൊരു സ്വിച്ച് ഓപ്ഷനാണ് വരുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം. പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഹാൻഡിൽ ഉണ്ടായിരുന്നു മാരുതിക്ക്, അത് കണക്ക് തന്നെ ഐറ്റണിന് ഒരു ഡോർ ഹാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാൻഡിലോട്ട് കൺവേർട്ട് ആയപ്പോഴത്തേക്കും ഇതിനകത്ത് സ്വിച്ച് ലോക്കാണ് വരുന്നത്. മാരുതി അതർ ബ്രാൻഡോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഫസ്റ്റിൽ എടുക്കുന്ന പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ്. ആക്ച്വലി ഇതും നമുക്ക് സെയിം ബഡ്ജറ്റ് കാർസിനൊക്കെ പറഞ്ഞിട്ട് തന്നെ മാരുതി ഒരിക്കലും നമുക്ക് വേറൊരു കാർസുമായിട്ട് മൈലേജിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മാരുതിക്കാണ് ഏറ്റവും കൂടുതൽ മൈലേജ് വരുന്നത്. സ്വിഫ്റ്റിനാണെങ്കിൽ കൂടിയും നമുക്ക് പഴയ മോഡൽസ്, അതായത് ഒരു ടൈപ്പ് 2, ടൈപ്പ് 3 വേരിയൻസിനകത്തൊക്കെയും സ്വിഫ്റ്റിന് മൈലേജ് അറൗണ്ട് 16 തൊട്ട് 18 വരെ കിട്ടുന്നുണ്ടായിരുന്നു. ഈ 2019 മാരുതി പുതിയ ഷേപ്പ് ഇറക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മൈലേജിന് പ്രിഫറൻസ് കൂടുതൽ കൂട്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഇറക്കിയേക്കുന്നത് തന്നെ. വണ്ടിയുടെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഇതുമായിട്ട് ന്യൂ ഷേപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിനുകൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൈലേജ് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐറ്റണിനും സ്വിഫ്റ്റുമായിട്ട് നമുക്ക് ഡ്രൈവർ സൈഡ് ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
കുറച്ചും കൂടി താന്ന് ആണ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കാര്യം നമുക്ക് പറയാനേ പറ്റത്തില്ല. നമ്മളൊരു കോമ്പാക്ട് നല്ല രീതിയിൽ ഹാൻഡിലാണ്, ഇതിനകത്ത് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ തന്നെ ഒരു ഡ്രൈവർ സൈഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ഹാൻഡ്ലിംഗ് പൊസിഷൻ കിട്ടുകയും ചെയ്യും. ഇൻറ്റീരിയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരുതി നമുക്ക് സ്വിഫ്റ്റിനകത്ത് ഉൾപ്പെടെ എല്ലാത്തിനും ഒരു ഒട്ടുമിക്ക ഓപ്ഷൻസിനകത്തും സിംഗിൾ ടോൺ കളർ വേരിയേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വിഫ്റ്റിനകത്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബക്കറ്റ് ടൈപ്പ് സീറ്റാണ് മറ്റേ ഹുണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഹുണ്ടായിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ സീറ്റ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടും ഡ്രൈവർ കംഫോർട്ടും കോ പൈലറ്റ് കംഫോർട്ടും മുൻനിർത്തി തന്നെ കുറച്ചും കൂടെ ബക്കറ്റ് ടൈപ്പും ഒരു സീറ്റാണ് മാരുതി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാസഞ്ചർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റിനകത്ത് നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കും ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് എനിക്കിപ്പം തോന്നിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ബാക്കിലോട്ടൊരു ചെറിയൊരു ചരിവ് ഉണ്ടായിട്ട് തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇരിക്കുമ്പം നമുക്കൊരു ചെറിയൊരു ഡിസ്കംഫോർട്ട് കണക്ക് തോന്നുമെങ്കിലും അത്യാവശ്യം നമുക്ക് ലെഗ് റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് ഐറ്റൻ്റെ കണക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ആകെപ്പാടൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ AC വെന്റുകൾ ഇതിനകത്തില്ല. ഗ്രാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിനകത്ത് ഡിക്കിയുടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 2014 തൊട്ട് ആണ് ഗ്രാൻഡ് ഐറ്റനകത്ത് സ്വിച്ച് ടൈപ്പ് അൺലോക്കിംഗ് വരുന്നത്. ഇതിനകത്ത് സ്വിഫ്റ്റിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു 16-ന് ശേഷമുള്ള വെഹിക്കിൾസിനകത്ത് സ്വിച്ച് ടൈപ്പ് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വരുമ്പോഴും സെയിം ഒരു ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ആ ഗ്രാൻഡ് ഐറ്റനെ പോലെ തന്നെ സെയിം ഡിക്കി സ്പേസ് ആണ് വരുന്നത്. ആക്ച്വലി അതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറൗണ്ട് ഈക്വൽ ഡിക്കി സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം കമ്പാരിസൺസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് കാർ വാങ്ങാൻ വരുന്നൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അവർ ചൂസ് ചെയ്യുന്നത് എപ്പോഴും സ്വിഫ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഗ്രാൻഡ് ഐറ്റനൊക്കെ വരുമ്പോഴത്തേക്കും അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മൾ മാരുതി കൺസിഡർ ചെയ്യുന്ന മൈലേജ് ആണെന്നുണ്ടെങ്കിൽ ബിൽറ്റ് ക്വാളിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതർ കാർസ് ഇഷ്ടം പോലുണ്ട്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ജസ്റ്റ് ഹുണ്ടായി ഐറ്റൺ വരുന്നത്. നമുക്ക് ടാറ്റയുടെ ടിയാഗോ അങ്ങനെയുള്ള മോഡൽസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെനോൾട്ടിൻ്റെ ക്ലൈംബർ ഉണ്ട്. പിന്നെ വോക്സ്വാഗൺ വരുമ്പോഴത്തേക്ക് പോളയുണ്ട്. അങ്ങനെയുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാരുതിയെക്കാട്ടിയും റീസെയിൽ വാല്യൂവിൽ കുറഞ്ഞ് നിൽക്കുന്നത്. അപ്പം നിങ്ങളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ ഓപ്ഷൻ മാരുതിയെക്കാട്ടും വേറെ അതർ ബ്രാൻഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ സർവീസ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മാരുതിയും ഹുണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് കോസ്റ്റ് രണ്ടും ഈക്വലാണ്. അതാണ് മെയിൻ ഒരു പോയിന്റ് വരുന്നത്. നമുക്ക് മാരുതിയും ഹുണ്ടായും വരുമ്പോഴത്തേക്കും സർവീസ് കോസ്റ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയും നമുക്ക് രണ്ടിനും എപ്പോഴും കിട്ടും. സെക്കൻഡ് പാർട്സ് ആണെങ്കിലും ന്യൂ പാർട്സ് ആണെങ്കിലും നമുക്ക് ഡിലേ വരത്തില്ല. പക്ഷേ നമുക്ക് ഒരു വോക്സ് വാഗൺ അങ്ങനെയുള്ളൊരു സ്കോഡ അങ്ങനത്തെ ഉള്ള മോഡലൊക്കെ വരുമ്പോഴത്തേക്കും പാർട്സ് നമ്മളൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പം അവിടെ നമ്മളൊരു പാർട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞൊരു 1 വീക്ക് എന്തായാലും അവർ പറയും. പക്ഷേ നമുക്ക് മാരുതി ഹുണ്ടായൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഡിലേ വരത്തില്ല. നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ പാർട്സ് എപ്പോഴും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ബഡ്ജറ്റും മൈലേജും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റും, അഥവാ മൈലേജ് നിങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, അതായത് മൈലേജ് നിങ്ങൾക്ക് വിഷയമില്ല, നിങ്ങൾക്കൊരു കംഫേർട്ടാണ് നോക്കുന്നത്, പിന്നെ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഓപ്ഷൻസുകൾ തരുന്നൊരു മോഡലാണ് നോക്കുന്നത്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് ഓപ്ഷനായിട്ട് ഹുണ്ടായി എപ്പോഴും എടുക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാരുതിയെക്കാട്ടി കുറഞ്ഞ ചിലവിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സിൽ സെയിം സർവീസ് കോസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഹുണ്ടായുടെ വാഹനങ്ങൾ. നമ്മുടെ കമ്പാരിസൺ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്തൊരു സെഗ്മെൻറ്റ് കാറുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം എല്ലാവരും നോക്കുന്നുണ്ടായിരിക്കും. നമ്മളൊരു ചാനലിൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഹമ്മിങ് ബേർഡ് എന്നൊരു സ്റ്റുഡിയോ എന്ന പേരിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ തന്നാണ് നമുക്ക് പേരിലൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളിപ്പം പേര് മാറി നമ്മൾ വോട്ടോ വൈസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൂടുതൽ കിട്ടുവാനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.